പക്ഷേ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ഇസ്ലാം മതവുമായി വിശ്വസിച്ചുകൊണ്ട് കടന്നു വന്നു. പാപ്പരത്വത്തിന്റെ പടുംകുടിയിലേക്ക് വീണു. എല്ലാം ദീനിന് സമർപ്പിച്ചുകൊണ്ട് അവസാനം കഷ്ടപ്പാടിലെത്തി. പകുതി റൊട്ടി കൊണ്ട് 6 ദിവസം വരെ കഴിച്ചു കൂട്ടേണ്ടുന്ന അവസ്ഥ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന് വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്ത് വന്നിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, ഞാനിതാ കച്ചവടത്തിന് വേണ്ടി പോകാൻ പോവാണ്, അങ്ങ് ദ്വാരക്കണമെന്ന് പറഞ്ഞ് മുസാഫഹത്ത് ചെയ്യുമ്പോ മാലാഖ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ അങ്ങേക്ക് വല്ലാത്ത ഇഷ്ടമാണല്ലോ, അങ്ങ് അദ്ദേഹത്തെ കാണാൻ ഒരുപാട് കൊതിക്കുന്നയാളാണല്ലോ, ഓരോ ദിവസവും അദ്ദേഹത്തിന്റെ ഭൂമുഖം കാണാ തങ്ങൾ ഒരുപാട് മോഹിക്കുമല്ലോ. നബിയേ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഇന്ന് കച്ചവടത്തിന് പോയാൽ മടങ്ങി വരൂല നബിയേ, ഈ യാത്രയിൽ വെച്ച് മരണപ്പെടുമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഞെട്ടിപ്പോയി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മുസാഫഹത്ത് ചെയ്യുമ്പോ വാരി പുണർന്നുകൊണ്ട് റസൂലുള്ള പൊട്ടിക്കരഞ്ഞു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു പോയി. എന്തേ നബി തങ്ങൾ എന്തേ കണ്ണു നിറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂൽ എന്തേ പൊട്ടിക്കരഞ്ഞത്? ഒന്നും ചോദിച്ചില്ല. യാത്രാസംഘം പോയി. നാട്ടിലുണ്ടാകുന്ന സഹാബത്ത് നബി തങ്ങളോട് ചോദിക്കുന്നു, നബിയേ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ യാത്രയാക്കുമ്പോ അങ്ങ് എന്തിനാണ് കരഞ്ഞത് നബിയേ? ഒരു ദിവസവും ഇല്ലാത്തതുപോലെ എന്തിനാണ് വാരി പുണർന്നത് നബിയേ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മടങ്ങി വരുമ്പോ നിങ്ങൾക്കറിയാ, മടങ്ങി വരുമ്പോ ഞാൻ എന്തിനാ കരഞ്ഞതെന്ന് നിങ്ങൾക്കറിയാ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ മരണയാത്രയാണിതെന്ന് മനസ്സിലാക്കിയ നബി തങ്ങളുടെ മനസ്സറിയാ സഹാബത്തിന് കഴിഞ്ഞില്ല. യാത്രാ സംഘം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ദിവസങ്ങൾ ഒരുപാട് കഴിഞ്ഞു. വഴിയിൽ വെച്ച് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനോട് തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ പറഞ്ഞു, അല്ലയോ തങ്ങളെ, വയറ് വിശക്കുകയാണല്ലോ, ഭക്ഷണം കഴിക്കണം, അതുകൊണ്ട് എവിടെയെങ്കിലും വാഹനങ്ങളൊന്ന് ഒതുക്കിയിട്ട് ആരെങ്കിലും സഹായത്തിനുണ്ടെങ്കിൽ പാചകം ചെയ്യാമല്ലോ. അങ്ങനെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതാ അങ്ങ് ദൂരത്തൊരു ചെറിയ വെളിച്ചം കാണുന്നുണ്ട്, അവിടെ ആരെങ്കിലും കാണുമല്ലോ, അവിടെ പോയിട്ട് നമുക്കിതിനുള്ള തയ്യാറെടുപ്പ് നടത്താം. അങ്ങനെ യാത്രാ സംഘം അങ്ങോട്ട് പോവുകയാണ്. അവിടേക്ക് അടുക്കുമ്പോ ഒരു ചെറ്റക്കുടിലാണ് തെളിഞ്ഞു വരുന്നത്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നു, അതൊരു ചെറിയ കൂരയാണ്. അവിടെ ചെല്ലുമ്പോ ചെറിയ ഒരു വെളിച്ചത്തിന് മുന്നിൽ വയോവൃദ്ധയായ ഒരു ഉമ്മയാണ് ഇരിക്കുന്നത്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മ, ഞങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്ത് നിന്ന് വരുന്നവരാ, യാത്രാ സംഘമാണ്, ഞങ്ങൾക്ക് പാചകം ചെയ്യുന്നതിനുള്ള സൗകര്യം അവിടെ ഒരുക്കി തരുമോ എന്ന് ചോദിക്കുമ്പോ ആ ഉമ്മ പറഞ്ഞു, തങ്ങളെ, പാചകം ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും ഇങ്ങ് തന്നേച്ചാ മതി, എല്ലാം ഞാൻ ഒരുക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അതെല്ലാം ഇറക്കി വെച്ചു കൊടുക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അതെല്ലാം അകത്തേക്ക് കൊണ്ടുപോയി. അവര് തന്നെ ഭക്ഷണം ഒരുക്കാമെന്ന് പറഞ്ഞപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനും കൂട്ടർക്കും സന്തോഷമായി. അവര് മരുഭൂമിയുടെ ചെറിയ തണലോരത്ത് കിടന്നൊന്ന് വിശ്രമിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അവരേക്ക് അടിച്ചു വീശുന്ന ഇളം തെന്നലില് ആ ഉമ്മ തയ്യാറാക്കിയ സുവിശമായ സുന്ദരമായ ഭക്ഷണത്തിന്റെ രുചിയെത്തുകയാ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവരോട് തന്റെ അണികൾ പറയുന്നു, തങ്ങളെ, വയോവൃദ്ധയായ ഉമ്മയുണ്ടല്ലോ, ഇത്ര പെട്ടെന്ന് ഭക്ഷണം ഒരുക്കിയോ തങ്ങളെ, ഇത്ര പെട്ടെന്ന് ഭക്ഷണം തയ്യാറാക്കിയോ?
അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കുടിലിന്റെ മുമ്പിലേക്ക് നോക്കുമ്പോ ഉമ്മ വന്നിട്ട് പറയുന്നു, തങ്ങളെ ഭക്ഷണം റെഡിയാണ്, അതുകൊണ്ട് വേഗം വന്ന് കഴിച്ചോ, ചൂടാറുന്നതിന് മുമ്പ് രുചിയോടെ കഴിച്ചോ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവും കൂട്ടരും അത്ഭുതപ്പെട്ടു. വേഗം പോയിട്ട് ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട്. വയോവൃദ്ധയായ സുഖമില്ലാത്ത ഉമ്മ എങ്ങനെയാണ് ഇത്രയും പേർക്ക് വിപുലമായ ഭക്ഷണം ഒരുക്കിയതെന്ന് ചോദിക്കുമ്പോ ആ ഉമ്മയരാ കണ്ണീരോടെ പറയുന്നു, തങ്ങളെ ഇത് ഞാൻ ഒരുക്കിയതല്ല, എനിക്കതിന് കഴിയില്ല, എനിക്ക് രോഗമാണ് തങ്ങളെ. പക്ഷേ എന്റെ ഈ വീട്ടിന്റെ അകത്തുണ്ടല്ലോ പുറം ലോകം കാണാത്ത അല്ലാഹയെ ഭയന്ന് ജീവിക്കുന്ന എന്റെ 2 പ്രിയപ്പെട്ട പെമ്മക്കളുണ്ട് തങ്ങളെ. അങ്ങ് അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്ത് നിന്ന് വരുന്ന യാത്രാ സംഘമെന്ന് പറഞ്ഞപ്പോ എന്റെ പൊന്നാര മക്കള് വേഗം തന്നെ ഒരുക്കിയതാണ് തങ്ങളെ. അവരുടെ കൂടെ പ്രായമുള്ളവരുടെ നിക്കാഹൊക്കെ കഴിഞ്ഞു, അവർക്കൊക്കെ മക്കളായി. എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് പണമില്ലാത്തത് കൊണ്ട്, കാശില്ലാത്തത് കൊണ്ട് ആരും എന്റെ മക്കളുടെ ഭാഗത്തേക്ക് വരുന്നില്ല. എനിക്ക് കിടക്കാണമില്ല. ഈ മരുഭൂമിയുടെ ഈ ഭാഗത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഒരു കുടിലല്ലാതെ എനിക്കൊന്നുമില്ല. അതുകൊണ്ട് എന്റെ മക്കളെ നോക്കാൻ ആരും വന്നിട്ടില്ല. എനിക്കറിവുള്ള ഒരുപാട് പേരുടെ മുന്നിലേക്ക് ഞാൻ പോയിട്ടുണ്ട്, പക്ഷേ എന്റെ മക്കളെ സഹായിക്കാൻ ആരും ഒരുങ്ങിയിട്ടില്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകളതാ നിറഞ്ഞൊഴുകി കണ്ണുനീര് ഭക്ഷണത്തിൽ വീണു. അവിടുന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ആ യാത്രാ സംഘങ്ങളോട് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട യാത്രക്കാരെ, എന്റെ കൂട്ടുകാരെ, ഈ വീട്ടിന്റെ അകത്ത് കഴിയുന്ന 2 പെൺകുട്ടികള് നിങ്ങളിൽ ആരാണ് 2 പേര് നിക്കാഹ് കഴിക്കുന്നത്? അങ്ങനെ നിങ്ങൾ നിക്കാഹ് ചെയ്താൽ അതിന് പകരം നിങ്ങൾ ചോദിക്കുന്നതെന്താണോ, അതിന് പകരം നിങ്ങൾ ആവശ്യപ്പെടുന്നതെന്താണോ, അത് ഞാനങ്ങ് തരാ. നിങ്ങളുടെ അടിമയാകണോ, അതിന് പോലും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഒരുക്കമാണെന്ന് പറയുമ്പോ 2 ചുണക്കുട്ടന്മാരായ സഹാബത്ത് എഴുന്നേറ്റ് നിന്നുകൊണ്ട് സമ്മതിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഈ വാർത്ത കണ്ണീരോട് ആ ഉമ്മാകത്ത് പോയി പറയുമ്പോ ആ പ്രിയപ്പെട്ട മക്കള് വല്ലാതെ പൊട്ടിക്കരഞ്ഞു. എന്നിട്ടവരെന്താ ചെയ്തതെന്നറിയോ? 2 കൈയും ഉയർത്തിയിട്ട് റഹ്മാനായ പടച്ച റബ്ബിനോട് ദുആരക്കുന്നു. ഇത് ഞാൻ പറയുമ്പോ ചുറ്റുമൂലയിൽ അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമായി കഴിയുന്ന പാവപ്പെട്ട പെമ്മക്കളുള്ള ഉപ്പമാരുടെ മനസ്സ് നിറയുമല്ലോ. ഉസ്താദേ, എന്റെ മോളിനിക്കുന്നും ദുഃഖമാണ്. എന്റെ മോളുടെ വളർച്ച കാണുമ്പോ, അവളുടെ ഭംഗി കാണുമ്പോ, പഠിക്കാൻ വേണ്ടി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് കാണുമ്പോ എനിക്ക് വല്ലാത്ത സങ്കടമാണ്. 20 കഴിഞ്ഞ 25 കഴിഞ്ഞ എന്തിനേറെ അടിമാലിയിൽ ഞാൻ പ്രസംഗത്തിന് പോയപ്പോ പാവപ്പെട്ട പള്ളി ജോലി ചെയ്യുന്ന എന്റെ ഒരു സുഹൃത്തിന്റെ പെങ്ങൾക്ക് 31 വയസ്സായി. ചെറുപ്പക്കാരാ, ഇന്ന് വരെ കല്യാണം നടന്നിട്ടില്ല. കായലിന്റെ ഭാഗത്ത് ചെറിയ ഒരു കുടിലിന്റെ അകത്ത് കഴിയുന്ന, 3-4 മുട്ടുന്ന ചെറിയ വീടിന്റെ അകത്ത് കഴിയുന്ന ആ പൊന്നുമോളും ഒരു തുണിക്കടയിൽ പോവാണ്. ജീവിതത്തിന് വേറൊരു നിർവാഹമില്ല. എന്ന് പോയാലും ഉസ്താദേ ദ്വാരക്കടേ ദ്വാരക്കടേ എന്ന് പറഞ്ഞ് നിസ്കാരത്തടമ്പുള്ള തലമറച്ച ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ മുഖം എന്റെ മനസ്സിലുണ്ട്. അല്ലാഹു സാധുക്കളെ സഹായിക്കുന്ന ആരെങ്കിലും കരുണക്കടലാഹ റബ്ബേ, മഴത്തുള്ളികൾ ഇങ്ങനെ ആകാശത്ത് മുട്ടി നിൽക്കുന്ന രാത്രിയിൽ ആരാണോ കണ്ണീര്
കണ്ടപ്പാൽ പാവപ്പെട്ടവർക്ക് വേണ്ടി കൈ ഉയർത്തുന്നത് അവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ആ പാവപ്പെട്ട മക്കളുടെ പ്രാർത്ഥനയുണ്ടല്ലോ, അത് നൗഷാദ് വാക്കവിയുടെ പ്രാർത്ഥന പോലെയല്ല, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന തങ്ങന്മാരുടെ പ്രാർത്ഥന പോലെയല്ല. ആ മക്കള് ദുആരക്കുന്നു, റബ്ബേ ഞങ്ങളുടെ ഈ മനോഹരമായ സന്തോഷമായ കല്യാണത്തിന് കാരണക്കാരായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന് നീ ആയുസ് നീട്ടി കൊടുക്കണേ അല്ലാഹ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആ യാത്രയിൽ മരണപ്പെടുമെന്നല്ലേ പറഞ്ഞത്, പക്ഷേ മരിച്ചില്ല പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ റസൂൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് സ്വീകരിക്കാനായി കാത്തിരിക്കുകയാണ്. നോക്കുമ്പോഴതാ യാത്രാ സംഘത്തിന്റെ മുമ്പിൽ സുബ്ഹാനല്ലാഹ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നു. നബിതങ്ങൾ ഞെട്ടിപ്പോയി. അല്ലാഹു എന്തുകൊണ്ട് തീരുമാനം മാറ്റി? ഈ യാത്രയില് മരിപ്പിക്കുമെന്ന് തീരുമാനിച്ചിട്ട് എന്തുകൊണ്ട് കരുണക്കടലായ പടച്ച റബ്ബ് തീരുമാനം മാറ്റിയെന്ന് അല്ലാഹുവിന്റെ ഹബീബ് ചിന്തിക്കുമ്പോ വഴിയിൽ വെച്ച് നടന്ന സംഭവം അറിഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഫിൽ ജന്ന. എന്റെ അബ്ദുറഹ്മാൻ സ്വർഗത്തിലാണ്. അല്ലാഹു നമുക്കതിനുള്ള ഭാഗ്യം തരട്ടെ. ഇത് കളിയല്ല പ്രിയപ്പെട്ടവരെ. എത്രയോ പാവപ്പെട്ട ചെറ്റക്കൂരയുടകത്ത് പാവപ്പെട്ട പെൺകുട്ടികള് അന്യപുരുഷന്മാരുമായി ഇറങ്ങിപ്പോകുന്നില്ലേ? പള്ളികളൊന്നും അത് തീരുമാനിക്കൂലല്ലോ. പണക്കാരുടെ കാര്യം മാത്രം അറിഞ്ഞാൽ മതിയല്ലോ പല കമ്മിറ്റിക്കാർക്ക്. സമ്പന്നരുടെ വിഷയം മാത്രം ചർച്ച ചെയ്യുന്ന പള്ളികൾ, പണക്കാരുടെ വിഷയം മാത്രം ചർച്ച ചെയ്യുന്ന പൊതുയോഗങ്ങൾ. പാവപ്പെട്ടവന്റെ പെണ്ണ് അന്യവന്റെ കൂടെ ഇറങ്ങി ഓടിയ പള്ളിയുടെ മുറ്റത്ത് കൊണ്ട് പോസ്റ്റർ ഒട്ടിക്കാനല്ലേ അറിയോളൂ. പള്ളി വിലക്കിയിരിക്കുന്നു. ഇനി 27-ാം രാവിന്റെ ചോറില്ല, ഇനി ഉളുഹിയയുടെ ഇറച്ചിയില്ല, ഇനി മരിച്ചാൽ ഇവിടെ അടക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് എഴുതി ഒട്ടിക്കാനല്ലാതെ എത്ര ദിവസമായി പട്ടിണി കിടന്നിട്ട് വിവാഹം നടക്കാത്ത കുടുംബത്തിന്റെ ഗതികേടോർത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്യാ കഴിഞ്ഞിട്ടുണ്ടോ? മിക്ക പള്ളികളിലും സാധു സംരക്ഷണ സമിതികളുണ്ട്. ആദ്യം അപേക്ഷ കൊടുക്കണം. അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് ഖജാഞ്ചിയാണ് വിളിക്കുന്നത്. എന്നിട്ട് ഖജാഞ്ചി പറയും സെക്രട്ടറി ഒന്ന് കാണണം. അവിടെ ഓട്ടോയിൽ വാപ്പയില്ലാത്ത മോളയും കൊണ്ട് ഉമ്മച്ച് സെക്രട്ടറിയുടെ വീട്ടിൽ പോകും. അവിടെ നിന്ന് പറയുന്നു പ്രസിഡന്റിനെ നേരിട്ടൊന്ന് പോയി കണ്ടാൽ 1000 രൂപ കൂടുതൽ കിട്ടും. അവിടെ ഓട്ടോയും കൊണ്ട് അവിടെ പോകുന്നു. ഇങ്ങനെ 11 പരിപാലകരുണ്ടെങ്കിൽ അവരുടെ വീടിന്റെ അകത്തടകളിലേക്ക് ഓട്ടോയും പിടിച്ച് ടാക്സിയും പിടിച്ച് പാവപ്പെട്ട വാപ്പയില്ലാത്ത പൊന്നുമോളയും കൊണ്ട് ഉമ്മ കറങ്ങുമ്പോ അവസാനം 2000 രൂപ സാധു സംരക്ഷണ സമിതിയിൽ നിന്ന് എഴുതി കൊടുക്കുമ്പോ 1000 രൂപ ഓട്ടോ കൂലിയായി, 500 രൂപ ചിലവായി, 500 രൂപ മോള കല്യാണത്തിന് കൊടുക്കാനുള്ള അവസ്ഥയല്ലേ വരുന്നത്? ഓ ഒരവസ്ഥയ്ക്ക് മാറ്റം വരണം സഹോദരങ്ങളെ. ഓ ഒരവസ്ഥയ്ക്ക് മാറ്റം വരണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഞാൻ ഈ സരസിനോട് ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ വാതിലേക്ക് ഞാൻ കടന്നു വരുന്നതിന് മുമ്പ്, കുടുംബജീവിതത്തിന്റെ കവാടത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്റെ സഹോദരങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് അല്ലാഹു ചെയ്ത സഹാരമുണ്ടല്ലോ, നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളുമുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്, അവർക്ക് നിയ്യത്ത് ചെയ്തുകൊണ്ട് ഈ പരിശുദ്ധമായ മജ്‌ലിസിനും നിങ്ങളൊരു സ്വതക്ക കൊടുക്കണം. അല്ലാഹു അത് നിയ്യത്ത് ചെയ്യുന്നവരെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ റമളാൻ മാസത്തിന് 3 ദിവസത്തിന് മുമ്പ് കാരേറ്റ് പെരിന്തമലിൽ നടന്ന അപകടം നമുക്കറിയുമല്ലോ. ഗൾഫിൽ നിന്ന് കഷ്ടപ്പെട്ടു പോയ പൈസ മുഴുവനും കൊണ്ടുവന്ന് നിലമയിൽ ഭാഗത്ത് വലിയ ഒരു വീട് വെച്ചിട്ട് ബുധനാഴ്ച പാലുകാച്ച് നടത്തി വ്യാഴാഴ്ചടന്ന് ഭാര്യയും ആ നൗഷാദ് എന്ന ചെറുപ്പക്കാരനും തന്റെ പ്രിയപ്പെട്ട 1.5 വയസ്സുള്ള പൊന്നുമോനും അതുപോലെ 4 പേരും കൂടി ഗോകുലം മെഡിക്കൽ കോളേജിലേക്ക് പോകുമ്പോ ഭാര്യയാണ് വാഹനം ഓടിച്ചുകൊണ്ട് പോയത്. ഭർത്താവ് നാളെ ഗൾഫിൽ പോകുമല്ലോ. അതുകൊണ്ട് ഭർത്താവിനോടൊത്ത് യാത്ര ചെയ്യാനുള്ള സന്തോഷം കൊണ്ട് ഭർത്താവ് സീറ്റിൽ നിൽക്കുമ്പോ വാഹനം ഓടിക്കാനുള്ള അതിയാറ ആർത്തി കൊണ്ട് വാഹനം ഓടിച്ചു പോയി ഓവർടേക്ക് ചെയ്ത് കടന്നു പോകുമ്പോ ഒരു സ്കോഡ വാഹനവുമായി ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ
25 ലക്ഷം രൂപയുടെ വീട്ടില് 15 ലക്ഷവും കടം വാങ്ങിയിട്ട് വെച്ച പാവപ്പെട്ടവന്റെ വീടാ. അല്ലാഹു കൊടുത്തത് കണ്ടോ, ഒരൊറ്റ ദിവസമല്ലേ ആ വീട്ടിന്റെ അകത്ത് കിടക്ക, ഒരേ ഒരു ദിവസമല്ലേ. റഹ്മാനായ പടച്ച റബ്ബേ, ഭാഗ്യം കൊടുത്തോളൂ പ്രിയപ്പെട്ടവരെ. 4 മയ്യത്തുകള് വീട് പാലുകാച്ച് കിടന്നതിന്റെ പിറ്റന്ന് വൈകുന്നേരം പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇറയത്തുകൊണ്ട് നിരപ്പി കിടത്തിയപ്പോ അതിൽ ചിരിയുടെ പ്രകാശം മാഞ്ഞു പോകാത്ത 1.5 വയസ്സുള്ള സുന്ദരനായ ആൺകുഞ്ഞിന്റെ മയ്യത്തുമുണ്ടായിരുന്നു. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ നിക്കാഹ് അൽഹംദുലില്ലാഹ് നടത്തേണ്ടത് ഏത് ദിവസമാണ്? പെണ്ണിനെ കണ്ടു, സന്തോഷമായിട്ട് കല്യാണമൊക്കെ ഉറപ്പിച്ചു. കല്യാണം ഉറപ്പിക്കുമ്പോൾ നമ്മുടെ സഹോദരിമാർക്കുള്ള ഒന്നാമത്തെ പരിപാടിയാണ് രാഹുകാലം നോക്കണം. ഇപ്പോഴും തകിടും കൂടും അല്ല, ഇപ്പോഴും ഈ ഇതുണ്ടല്ലോ, ജാതകം എഴുതിയ ഓല സൂക്ഷിക്കുന്ന ഉമ്മമാർ നമ്മുടെ നാട്ടിലുണ്ട് എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, കൊല്ലം ജില്ലയുടെ സിയാറത്ത് മൂട് ചുമടുതാങ്ങിയുടെ ഭാഗത്ത് ഒരു കുഞ്ഞിനൊരു രോഗം വന്നു. ആ രോഗം മാറ്റാൻ ഒരു സഹോദരൻ, നല്ല നിസ്കാരവും പള്ളി കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സഹോദരൻ പറഞ്ഞു വിട്ടത് ഒരു പോറ്റിയുടെ അടുത്തേക്ക്. നമ്മൾ ആലോചിക്കട്ടെ, ഞാനിത് പറയുമ്പോൾ ഇസ്ലാമിന്റെ രീതിയിലുള്ള ഒരു ചികിത്സാ രീതിയും ഞാൻ എതിർക്കുന്നയാളല്ല. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ കിതാബുകൾ കൈകാര്യം ചെയ്ത തഴവ ഉസ്താദ് നമ്മുടെ നാടിന്റെ, നമ്മുടെ പരിസരത്ത് അന്തിയുറങ്ങുന്ന സൂര്യ തേജസ്സാണ്. ഖുർആൻ ശരീഫ് അദ്കാർ ഇസ്മുല്ലാഹി ഇവ കൊണ്ട് മന്ത്രിച്ചോ ഫലം ബില്ലാഹി. ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ട് ലോകത്തുനിന്ന് പോയതാണ്. ഖുർആൻ ശരീഫ് ദിക്ർ, ഇതുകൊണ്ട് മന്ത്രമുണ്ട്, അതുപോലെ എഴുത്തുണ്ട്, കുറിയുണ്ട്, കലക്കി കുടിക്കലുണ്ട്, നൂലുകെട്ടലുണ്ട്, അതൊക്കെ ഇസ്ലാമിലുള്ളതാ. അതിനൊന്നും ആരും എതിർക്കണ്ട. പക്ഷേ ഇതിന്റെ പേരിൽ ജാതകം എഴുതുന്നവരുണ്ടല്ലോ, സ്വാമിമാരുടെ മുന്നിൽ പോയിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് പറയും, നാള് പൂരം, മച്ചാത് ഉത്രാടം, മോന്റത് മൂലം, ഇത് പറഞ്ഞിട്ട് അത് എഴുതി വാങ്ങിക്കൊണ്ടുവന്ന് വീടിന്റെ അകത്ത് സൂക്ഷിക്കുന്ന പെണ്ണേ, എന്ത് ദീനാ നിനക്കുള്ളത്, എന്ത് ദീനാ നിനക്കുള്ളത്? എന്റെ ഈ പരിസരത്തുള്ള ഹൈന്ദവ സഹോദരങ്ങൾക്ക് സങ്കടം വരാതിരിക്കാൻ ഞാൻ ആദ്യമേ പറഞ്ഞുകൊണ്ടൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ക്ഷേത്രത്തിലിടുന്ന സമൂഹ സദ്യയുണ്ടല്ലോ, അത് ദൈവത്തിന് മുന്നിൽ കൊണ്ട് സമർപ്പിക്കുന്നതല്ല. അത് ഒരു സഹോദരൻ, ഒരു ഡ്രൈവർ കഴിച്ചിട്ട് ചോദിച്ചു, ഉസ്താദേ ഞാൻ അബദ്ധത്തിൽ കഴിച്ചുപോയി, തെറ്റുണ്ടോ? അതിൽ തെറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന് രാവിലെ നിങ്ങൾ പോകണമെന്നല്ല. പക്ഷേ ഹൈന്ദവയുടെ ക്ഷേത്രത്തിനകത്ത് പൂജ നടത്തിയിട്ട് കൊണ്ടുവരുന്ന പൊങ്കാല ചോറുണ്ടല്ലോ, ഇന്നും അത് സന്തോഷത്തോടെ കഴിക്കുന്ന പെണ്ണേ, അതിൽ ഫലമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കഴിച്ചാൽ ഓ സമയത്ത് തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് പെണ്ണേ. അത് നിസാരമായി കണക്കാക്കണ്ടാരും പടച്ച റബ്ബ് കാത്തുരക്ഷിക്കട്ടെ. ഗൗരവത്തോടെ ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞ സൗഹാർദ്ദത്തെ ഞാൻ ചോദ്യം ചെയ്യുകയില്ല. സാഹോദര്യവും സൗഹാർദ്ദതയും വേണം. ആ സൗഹാർദ്ദത വേണ്ടത് അവരുടെ ആരാധന നമ്മൾ ചെയ്തിട്ടല്ല. നമ്മളവരോട്, അള്ളാന്റെ ഹബീബ് മറ്റു മതത്തിലുള്ളവരോട് സൗഹാർദ്ദത കാണിച്ചത് അവരുടെ ആരാധനകൾ കൈയടക്കി വെച്ചുകൊണ്ടല്ല, മറിച്ച് അവരെ സഹായിക്കുക. എന്തെങ്കിലും ആവശ്യം വന്ന, നമ്മുടെ വീട്ടിൽ വാഹനമുണ്ട്, അപ്പുറത്തെ പ്രസന്ന ചേച്ചിയുടെ വീട്ടിൽ വാഹനമില്ല, അവരുടെ മോള് രാത്രി അസുഖം വന്ന് നിലവിളിക്കാണ്, പെട്ടെന്ന് നമ്മൾ വണ്ടി ഇറക്കിയിട്ട് എടുത്ത് കയറ്റി കൊണ്ടുപോവാൻ. അങ്ങനെയൊക്കെയുള്ള സഹായങ്ങൾ ചെയ്യുക, അയൽവാസ ബന്ധം സുലഭമാക്കുക, അതാണ് നമുക്ക് ആവശ്യം. ഇന്ന് കല്യാണത്തിന് മുമ്പ് തന്നെ എല്ലാ സഹോദരിമാരും ഉമ്മമാരും ചെറുപ്പക്കാരെ കൊണ്ട് ഇതുപോലെ ജ്യോത്സ്യന്മാരെ കൊണ്ട് നോക്കിപ്പിക്കാറുണ്ട്. നല്ല പെണ്ണാണോ, കബഡി നിരത്തി, വേടം ശുക്രനിലാണ്, ശനി ഇവിടെയാണ്, വവാക്കവര് നിൽക്കണേ ഉള്ളൂ, നാളെ കഴിയുമ്പോൾ അങ്ങ് വരും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു വിരട്ടി ഇങ്ങനെ എടുത്തു വെക്കാറ്. ഈ അടുത്ത് ചാനലിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ജ്യോത്സ്യനോട് ചോദിക്കാം. ജോസ്, ഈ ചാനലുകാർ സമ്മതിച്ചു കൊടുത്തേ പറ്റൂട്ടോ. പാവപ്പെട്ട ലോറൻസിനെയൊക്കെ പിടിച്ച് വിരട്ടി ഓരോന്ന് പറയിപ്പിച്ച് അയാൾ കുടുങ്ങിയും പോയി, കഷ്ടം. ഇങ്ങനെ ഓരോന്നോരോന്ന് ചോദിക്കും. പണ്ട് കോഴിക്കോട് ജില്ല കേരള കലോത്സവത്തിൽ നമ്പർ 1 സ്ഥാനം നേടിയപ്പോൾ ഭരതനാട്യത്തിന് കലാതിലകം അവാർഡ് വാങ്ങിയത് ഒരു മുസ്ലിം ഉമ്മയുടെ മോളായിരുന്നു. അപ്പൊ ചാനലുകാർ വന്നിട്ട് ആ മുസ്ലിം ഉമ്മയോട് ചോദിക്കാണ്,
നിങ്ങൾക്ക് ഈ അവാർഡ് വാങ്ങിയതിൽ ഇസ്ലാമിൽ എതിർപ്പൊന്നുമില്ലേ? വേറെ ഒന്നും അവന് ചോദിക്കാനില്ല, ഗുരുത്തം കിട്ടും, ഇതേ ഉള്ളൂ. ഈ പെണ്ണെന്ത് മറുപടി കൊടുക്കുമെന്ന് അവന് നേരത്തെ അറിയാം. എന്താ പെണ്ണ് പറഞ്ഞെന്നറിയോ? ഇസ്ലാമും പള്ളിയൊക്കെ അങ്ങനെ പറയും, എന്റെ മോളെ എനിക്കൊരു കാവ്യാമാധവനാക്കണം. ഇസ്ലാമും പള്ളിയൊക്കെ അങ്ങനെ പറയും, എന്റെ മോളെ എനിക്കൊരു കാവ്യാമാധവ ആക്കണമെന്ന് ഇനി ആരും പറയൂല. കരിയോല് കാരണം ഇറങ്ങി നടക്കാൻ വയ്യ പാവം. നമ്മൾ ആലോചിച്ച് നോക്കി, എന്തിനാണ് ഇതിന്റെ ആവശ്യങ്ങൾ എന്താ? സിനിമാ പ്രവർത്തകർ, കുറെ പാർട്ടി കാര്യങ്ങൾ, പിന്നെ ചില പള്ളികൾ തന്നെ എന്നോട് ആ തിരുവനന്തപുരം അട്ടക്കുളങ്ങരയിൽ ഒരു വെള്ളിയാഴ്ച വന്നപ്പോൾ ഒരു ലെറ്റർ കൊണ്ട് ഒരാൾ വന്നിട്ട് പറയാം, കമ്മിറ്റിപ്പെട്ട ആളാ, പിന്നെ ഉസ്താദേ എം ഹസൻ ഇവിടെ തിരുവനന്തപുരത്ത് നിർത്തുന്നതിനെതിരെ ശക്തമായ രീതിയിൽ നിങ്ങൾ ജുമഅക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇന്ന് ഞാൻ ജുമഅക്ക് പറഞ്ഞത് ബഹുമാനപ്പെട്ട ഹസനെ കുറിച്ചാണ്. തന്നെ ഉസ്താദേ, ഓ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. ഉസ്താദുമാരെ ജുമഅക്ക് പള്ളിയിൽ വോട്ട് പിടിക്കുന്ന കാലം അതിന്റെ ഒന്നും ആവശ്യമില്ല. മുമ്പ് ഒരു കഴുതയുടെ കഥ പറഞ്ഞ കണക്ക് നമ്മൾ അനുഭവിക്കാനുള്ളത് വല്ലാഹി അനുഭവിച്ചേ പറ്റൂ, ആര് വന്നാൽ. പിന്നെ ഇപ്പോഴത്തെ നേതാക്കന്മാർക്ക് ഒരു സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞാൽ, ആര് മരിച്ചാലും വണ്ടിയിൽ ഒന്ന് അവിടെ ഇറങ്ങും. ഞാൻ തിരുവനന്തപുരത്തായിരുന്നു, ഒന്ന് റീത്ത് കൊണ്ടുവച്ചു, ശരി എന്നാ ഉറങ്ങട്ടെ, ഓക്കെ അപ്പുറത്ത് വന്നടി, നമ്മൾ പോസ്റ്റർ കണ്ടില്ല, അങ്ങനെ വന്നടി, ഓ തീർന്ന്. വന്നപ്പോ പിന്നെ ഈ മയ്യത്തിന് എല്ലാം അള്ളാഹ് പുറത്തു കൊടുത്ത് സ്വർഗത്തിൽ വിടാൻ പോവാ. വരണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, വന്നിട്ട് എന്താ ചെയ്യേണ്ടത്? റീത്തി വെച്ച് മയ്യത്തിന്റെ വയറിന് പൊക്കി പിന്നെ കുത്തി നോക്കിയിട്ടല്ല പോകാനുള്ളത്. എന്തെങ്കിലും പാവപ്പെട്ടവരാണെങ്കിൽ, സങ്കടങ്ങളുണ്ടെങ്കിൽ അതിനെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ, എന്തെങ്കിലും സഹായമായിട്ട് പിന്നെ വരാം എന്നൊരു വാക്കെങ്കിലും പറഞ്ഞിട്ട് വേണം പോകാൻ. അങ്ങനെ എല്ലാവരും രംഗത്തിറങ്ങിയിരിക്കുകയാണ്. പടച്ചറമ്പ് കാത്തിരക്ഷിക്കട്ടെ, വിശദീകരിക്കുന്നില്ല. പണ്ടൊരു കഴുതയുടെ കഥ പറഞ്ഞ പോലെ, കഴുതയും കൊണ്ട് കഴുതയുടെ മുതലാളി ഇങ്ങനെ പോയപ്പോ കൊള്ളക്കാര് വടിയിൽ നിൽക്കാൻ. കുറച്ചുപേര് പറഞ്ഞു, കഴുതയും കൊണ്ട് രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ കൊള്ളക്കാര് കഴുതയെ പിടിച്ചെടുക്കും, നിന്നെ കൊല്ലുന്നു. പിന്നെ മുതലാളി കഴുതയോട് പറഞ്ഞു, നമുക്ക് ഓടി രക്ഷപ്പെടാം. കഴുത പറഞ്ഞു, നിങ്ങൾ ഓടി രക്ഷപ്പെട്ടോ, ഞാനെന്തിനാ ഓടുന്നത്? എന്നെ നിങ്ങൾ കൊണ്ടുപോയാലും ഞാൻ ഭാരം ചുമക്കണം, എന്നെ അവർ പിടിച്ചുകൊണ്ട് പോയാലും ഭാരം ചുമക്കണം, എന്റെ കാര്യം കണക്കാം. അതുകൊണ്ട് ഞാൻ പിന്നെ പതുക്കെ കടന്നങ്ങ് പോവാ. ഇത് തന്നെയാണ് നമ്മുടെ അവസ്ഥ. ആര് ജയിച്ചാലും ചുമക്കേണ്ടത് നമ്മുടെ കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മനുഷ്യത്വമുള്ളവരെ അല്ലാഹു ജയിപ്പിക്കട്ടെ. നമ്മുടെ നാട്ടിൽ പാവപ്പെട്ടവരാറ് ഹൈന്ദവ, ക്രൈസ്തവ, മുസ്ലിം സഹോദരങ്ങൾ ഒരുപാട് കഷ്ടത അനുഭവിക്കുന്നുണ്ട്. അവരുടെ കണ്ണുനീരിന്റെ ഒരു തുള്ളിക്കെങ്കിലും അറുതി വരുത്താൻ കഴിവുള്ള നേതൃത്വത്തെ റഹ്മാനായ പടച്ച റബ്ബ് അത്ഭുതകരമായി വിജയിപ്പിക്കട്ടെ. അങ്ങനെ ചാനലുകാരൻ ജോഴ്സിനോട് ചോദിച്ചതാ, ആരധികാരത്തിൽ വരും? ജോഴ്സിൻ കബഡി നടത്തിയിട്ട് പറഞ്ഞു, അധികാരത്തിൽ വരുന്നത് UDF. അപ്പൊ അച്യുതാനന്ദന്റെ സമയം നോക്കി, അച്യുതാനന്ദന് ഇനി നല്ല സമയമാണ്, ഇനി വരാൻ, അത് കൊള്ളാം. അധികാരത്തിൽ വരുന്ന UDF, അച്യുതാനന്ദന് നല്ല സമയമാണ്. അതെന്താ അങ്ങനെ പറയണേ? അധികാരത്തിരിക്കുമ്പോൾ മോശമാണ്. ഇങ്ങനെ വാലും അറ്റവുമില്ലാത്ത രീതിയിൽ മറുപടി കിട്ടിയിട്ട് പ്രിയപ്പെട്ട ഉമ്മമാര് ജോത്സ്യപ്പണി നടത്തിയിട്ട് എന്തിനേറെ നിക്കാഹിന്റെ സരസില്ലേ, ആ സരസിൽ തന്റെ പൊന്നുമോളും മോനും മരുമോനും കുടിക്കാൻ പോകുന്ന പാലിൽ വരെ ഭസ്മം കലക്കുന്ന കാലമാണ്. നിക്കാഹിന്റെ അവസ്ഥയൊക്കെ അതാണല്ലോ. കഴിവിന്റെ പരമാവധി പരസ്യമായ പാലികെട്ടന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിനക്ക് നട്ടല്ലുണ്ടെങ്കിൽ നീ ഒഴിവാക്കണമെടാ. ആണത്തമുണ്ടെങ്കിൽ, ഈമാനുണ്ടെങ്കിൽ, ഇസ്സത്തുണ്ടെങ്കിൽ നീ പറയണോ, ആകാശമൊന്നും ഇടിഞ്ഞു വീഴൂല. കുറെ പെണ്ണുങ്ങൾ കിടന്ന് ചലയ്ക്കുന്നത് ശരിയാണ്. അവന് പിന്നെ ഭയങ്കര ഈമാനൊക്കെ ആയിപ്പോയി, നീ ഭയങ്കര മുസ്ലിയാർ കമ്പനി ആയിപ്പോയി എന്ന് പറഞ്ഞ് കുറെ പെണ്ണുങ്ങൾ വേണമെന്നായിരിക്കും. അതിലൊന്നും വലിയ കാര്യമില്ല, അതങ്ങ് തീർന്നോളും. അത് ഇച്ചിരി ക്ഷീണമൊക്കെ അങ്ങ് വരുമ്പോൾ അതങ്ങ് നിർത്തിക്കോളും. നമ്മൾ തീരുമാനം എടുക്കും. എൻ്റെ കല്യാണം തീരുമാനിക്കേണ്ടത് ഞാനാണ്. വാപ്പാരുടെ അടുത്ത് പറയുക, ഉമ്മയുടെ അടുത്ത് പറയുക, ബാക്കി കാര്യങ്ങൾ ചെയ്യുക. താലികെട്ട് പരസ്യമായിട്ട് പാലും വെള്ളവും കൂടി ഇത് കുടിക്കുമ്പോൾ കുറെ ചെറുപ്പക്കാർ മൊബൈൽ അളേ എടുത്തോടാ, എൻ്റെ ക്ലാരിറ്റി ഇല്ല, നിന്റെ മൊബൈൽ എല്ലാ പുതിയണ്ണിന്റെ ഫോട്ടോ ഇങ്ങനെ എടുത്തു വെക്കും. എല്ലാരും ഫോട്ടോയും മെമ്മറി ഫുള്ളാക്കിയിട്ട് വീട്ടിൽ പോയി കണ്ട് രസിക്കാനല്ലാതെ എന്തിനു കൊള്ളാം. വളരെ വൃത്തികെട്ട, വളരെ മോശമായ ഒരു പരിപാടിയാണ് ഈ മൊബൈലിൽ പുതിയ പെണ്ണിന്റെയും പുതുമാപ്പിളയും ഫോട്ടോ എടുക്കുന്നത്. റബ്ബ് കാത്തിരക്ഷിക്കും. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതിക്കൊണ്ടു, ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം എഴുതിക്കൊണ്ടു. അപ്പോ ഈ അവസ്ഥയിലാണ്. എന്നിട്ട് നിക്കാഹിന്റെ കാര്യം ഞാൻ വിശദീകരിക്കുന്നില്ല. നിക്കാഹിന്റെ സരസിൽ നടക്കുന്നത് എന്തൊക്കെയാണ്? എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ,
പെമ്മക്കള് ഹിദായത്തിന്റെ വഴിയിലേക്ക് വരുന്നത് പോട്ടെ, നല്ലൊരു പോലെ ഉസ്താദ് പറഞ്ഞു തരുന്ന അറബി വാക്കുണ്ടല്ലോ, അത് കേട്ട് പറയാൻ വരെ കഴിയാത്ത ഉപ്പമാരായി നമ്മുടെ ഉപ്പമാര് മാറുന്നില്ലേ? പള്ളിയുമായി ബന്ധം വേണം, പള്ളിയുമായി ബന്ധം വേണം. ബഹളം കണ്ട എന്തുവാ, പള്ളിയിലൊക്കെ വന്ന് താളം വിടും, മൗലാന പ്രസംഗം ശരിയല്ലോ, അങ്ങനല്ല അങ്ങനല്ല, അങ്ങനെ താളം വിടും. മരണ വീട്ടിൽ ചെന്നാൽ മയ്യത്തിന് അങ്ങനെ പോയി പഞ്ഞി ഇങ്ങനെ കയറ്റി കുളിപ്പീര് എന്നൊക്കെ പറഞ്ഞ് 1.5 കിലോ പഞ്ഞി മൂക്കി കൂടെ കയറ്റി ചെവി കൂടെ ഞെടുക്കും, മയ്യത്ത് പുതിയ. എന്നിട്ട് മൗലാരൊക്കെ കൂടാന്ന് പറയാം. അലിഫിന് 10 കിട്ടാ ടി എന്നാണ് വായിക്കുക ഉപ്പാപ്പ. അതാണ് വിവരം. നമ്മൾ ആലോചിച്ച് നോക്കി, ഇച്ചിരിയൊക്കെ ഒന്ന് ഒതുങ്ങണം. നിക്കാഹിന്റെ സരസിൽ എത്ര പേർക്ക് ഉസ്താദ് വന്ന് നിക്കാഹിന്റെ സീഗ പറഞ്ഞു കൊടുക്കുമ്പോൾ പറയാൻ കഴിയുന്നില്ല. വയസ്സായത് കൊണ്ടല്ല, അറിഞ്ഞുകൂടാ. അറബി വാക്ക് ഉപയോഗിക്കാൻ വരെ അറിഞ്ഞുകൂടല്ലോ. അറബിയോട് വല്ലാത്ത അറപ്പല്ലേ. ഇന്ത്യൻ എക്സ്പ്രസ് ആണ് എന്റെ വീട്ടിൽ വരുത്തുന്നത് എന്നൊരു വാപ്പ എത്ര അഭിമാനത്തിലാ പറയണേ. അങ്ങനെ അഭിമാനത്തോട് അൽബുസ്താൻ വരുത്തുന്നു പറയോ, അന്നസീം വരുത്തുന്നെന്ന് പറയോ, ഇർഫാദ് വരുത്തുന്നു പറയോ, സുന്യഫ്കാർ വരുത്തുന്നു പറയോ, പൂങ്കാവനം വരുത്തുന്നു പറയോ, അതൊന്നും പറയൂല. ഇന്ത്യൻ എക്സ്പ്രസ് ആണ് എന്റെ മോള് വായിക്കും, ഇത് പറയും. പള്ളിയിലും പറയും, പള്ളിക്കൂടത്തിലും പറയും, ആരുടെ മുന്നിലും പറയും. അറബിനോട് വല്ലാത്ത അറപ്പ്. കാന്റെ സദസ്സിൽ ചെന്നിരിക്കുമ്പോൾ പറയൂലേ, മബുലകിൽ മധുക്കൂരി. അപ്പം അയാൾ പറയും, മുതുക്കിയാണെങ്കിൽ എനിക്ക് വേണ്ട, എന്തൊരു നിങ്ങൾ ചുമ്മാ ഇത്രയും പൈസ മുടക്കി മുതുക്കിയാണ്, ഞാൻ കണ്ട പെണ്ണാണെങ്കിൽ മതി, ഇവിടെ ഒരു മുതുക്കിയെന്ന്. എത്ര കല്യാണ സദസ്സ് അലങ്കോലപ്പെട്ടിട്ടുണ്ട്. നിക്കാഹിന്റെ സീഗ എന്ന് പറഞ്ഞാൽ എന്താ? യഥാർത്ഥ നിക്കാഹിന്റെ ഉടമ്പടി അതാണ് ഉടമ്പടി. അവിടെയാണ് നിക്കാഹ് നടക്കുക. അല്ലാതെ ഇത് കെട്ടണ സമയത്തും പാലുംപഴം കുടിക്കുന്ന സമയത്തും അല്ല. നിക്കാഹ് യഥാർത്ഥത്തിൽ സാധൂകരിക്കപ്പെടുന്നത് എവിടെയാണ്? എന്ന് പറഞ്ഞുകൊണ്ട് മഹറിന് പകരമായി, ഇത്ര രൂപ മഹറിന് പകരമായി നിനക്ക് ഞാൻ നിക്കാഹ് ചെയ്ത് തരുന്നു പറയുമ്പോ, ഖബിൽതു മിൻക നിക്കാഹഹാ വതസ്വീജഹാ. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞതാണ്, എന്തിനാണ് ഉസ്താദെ സ്വീകരിക്കുമ്പോ നമ്മൾ ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, എന്ത് ചിരിക്കുന്നത്? പറഞ്ഞടാ, അത് ചിരിയല്ലടാ. അവൻ വിചാരിച്ച് പെണ്ണ് കിട്ടുന്ന സന്തോഷം കൊണ്ട് എത്ര നമ്മൾ ആലോചിച്ച ഈ ഹാര അമീറൊക്കെ മടങ്ങണ എവിടെയെന്ന് പറഞ്ഞാൽ പെണ്ണ് ചെറുക്കൻ കളഞ്ഞിട്ട് അപ്പോഴേ ഓടും. ഇത് പഠിക്കണ്ടേ നമ്മൾ? നിക്കാഹിനെ കുറിച്ച് ബോധം വേണ്ടേ? നമ്മളല്ലാതെ വെറുതെ പോയി സ്ലോ മോഷനിൽ ഒന്ന് സ്പ്രേ അടിക്കാൻ ചെറുപ്പക്കാർ കൂട്ടുകാർ വേണം, പനിയിടാൻ കൂട്ടുകാർ വേണം. 50 രൂപ മൊയിലാരിക്ക്, 20 രൂപ മോദിനും, 5 രൂപ അസിസ്റ്റന്റിനും എടുത്ത് മടക്കി പോക്കറ്റ് വെച്ചുകൊണ്ട് വന്നിരുന്നിട്ട് ഫാത്തിഹ തീരുമ്പോ വാ പറയും, എടാ കൊറ ഞാൻ എടുത്തുന്ന മൊയിലാരിക്ക് കൊറ മൊയിലാരി വിചാരിക്കും വലിയ കൂടിയ കല്യാണോ, വീഡിയോ ഉണ്ട്, ഇരഞ്ഞോളി മൂസാര ഗാനമേള ഉണ്ട്. അള്ളാഹുവേ, എന്റെ കടങ്ങളെല്ലാം ഇന്നത്തെ കല്യാണം കൊണ്ട് തീരും. 50 രൂപ പൊതിഞ്ഞങ്ങ് കൊടുക്കും. ബിസ്മില്ല. വീട്ടിൽ ചെന്നല്ല പള്ളിയിൽ ചെന്നിട്ട് നിക്കാഹ് കഴിഞ്ഞ് വന്നിട്ട്, മോദിമാമോ ഓ നൂത്ത് നോക്കിയാ, അത് തന്നെ അനക്കല്ല കിടക്കണം ഇവിടെ. എന്നാ വലിയ പൊതിയായതുകൊണ്ട് ചോറും ഞാൻ ഒരുപാട് കഴിച്ചില്ല സാറേ, പൊതി നോക്കാനുള്ള ആക്രാന്ത് പറഞ്ഞു. എനിക്ക് അതെങ്കിലും കഴിച്ച് അവന്മാരെ മുടിപ്പിച്ചിട്ട് വരായിരുന്നു, അതും പറ്റിയില്ല. ചെലവും മുടക്കി, ആകെ കഞ്ഞീര് വെള്ളവും. ഒരിക്കലും അവനൊന്നും കുടം പിടിക്കൂല. ഈ ശാപം കിട്ടിയാൽ പിന്നെ മോള് രക്ഷപ്പെടോ? ആലോചിച്ചു, എത്ര സ്കാൻ ചെയ്താലും കൊച്ചു തലയിരിച്ച് കിടക്കണമെന്ന് ഡോക്ടർ പറയും. ഇത് പണം ബാക്കിയുള്ളതിനൊക്കെ വാരിക്കോരി കൊടുക്കാലോ. എന്തിനേറെ കല്യാണ ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടിൽ 27 കാരിയാറ സുന്ദരികളെ കുളിപ്പിച്ചൊരുക്കി വെള്ള സാരി കൊടുത്തതാ ഇങ്ങനെ നിൽക്കും. ഒരു കല്യാണത്തിന് പോയപ്പോഴാ അങ്ങനെ വെൽക്കം മുസ്ലിയാരെ വെൽക്കം. ഞാൻ പറഞ്ഞു വെൽക്കം മുസ്ലിയല്ല, നൗഷാദ് മുസ്ലിയായി. ഇങ്ങനെ നിൽക്കാൻ ഇങ്ങനെ തൊഴുതുകൊണ്ട് എത്ര മണിക്കൂറാണ് വരുന്നവരൊക്കെ വെൽക്കം വെൽക്കം ഇങ്ങനെ ആക്കിണ്ട്. സ്വർണ്ണക്കടയിൽ പ്രതിമ നിൽക്കണ പോലെ. അതിന്റെ മുമ്പ് കുറെ എണ്ണം ഞരമ്പ് രോഗികൾ മൊബൈലുമായിട്ട് ഇങ്ങനെ നിൽക്കണം. അതിന്റെ മുമ്പിലുണ്ട്. ഇത് എവിടെയും കാണൂല്ലോ. സഹോദരങ്ങളെ ഓർക്കണം നമ്മൾ. അങ്ങനെ നിക്കാഹിന്റെ അലങ്കോലം എത്ര മാറുന്നുവോ അത്രത്തോളം നിക്കാഹില് ബറക്കത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലതുപോലെ എത്രത്തോളം ചിലവ് ചുരുക്കാൻ പറ്റോ അത്രത്തോളം ചുരുക്കിയ നിക്കാഹ് നമുക്ക് തരട്ടെ. എന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊടുക്കണ്ട എന്നല്ല, സന്തോഷം വേണ്ട എന്നല്ല, ഒരു മിതത്വം നമുക്ക് ആവശ്യമാണ്. അതനുസരിച്ചാണ് ചെയ്യാനുള്ളത്. പിന്നെ ചില ആൾക്കാരുണ്ടല്ലോ, പിന്നെ കുറച്ച് ആൾക്കാരുണ്ട്, അവര് പറയും ഞാൻ ഹജ്ജ് ചെയ്ത ആളാണെന്നൊക്കെ അറിയട്ടെ, 10 പേര് ഈമാനുള്ള കുടുംബത്തിന്റെ മോളാണെന്ന് അറിയാം, അതുകൊണ്ട് ലെറ്റർ അടിക്കുമ്പോ സ്വർണ്ണ നിറത്തിൽ ഫ്രണ്ടിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അടിച്ചങ്ങ് വയ്ക്കും. സ്വർണ്ണ നിറത്തിൽ, ഈ സ്വർണ്ണ നിറത്തിൽ അടിച്ചു വെച്ചിട്ട് ഈ കല്യാണ ലെറ്ററും കൊണ്ട് എവിടെയൊക്കെ നടന്ന് നിങ്ങൾ കല്യാണം വിളിക്കും?
എല്ലാ കുളിയുടെ ഫർളും ശർത്തും അറിഞ്ഞുകൂടാത്തവര്, കുളി നിർബന്ധമായാൽ കുളി അറിഞ്ഞുകൂടാത്തവര്, ഹൈന്ദവര്, ക്രൈസ്തവര്, ഖുർആനിന്റെ മഹാത്മ്യം അറിഞ്ഞുകൂടാത്തവര്, എന്തിനേറെ കുളി നിർബന്ധമായ മുസ്ലിം പെണ്ണിന്റെ കയ്യിൽ വരെയും അത് നാം കൊണ്ടു കൊടുക്കൂലേ. എന്നിട്ട് വിറക് പുരയിലും അതുപോലെ ഓഡിറ്റോറിയത്തിലും വീടിന്റെ തലേ ദിവസം വീടിന്റെ പാചകപ്പുരയിലുമല്ല അല്ലാഹുവിന്റെ ഖുർആനിന്റെ ബിസ്മില്ലേ സവിട്ടി തേക്കൂലേ. എന്റെ പ്രിയപ്പെട്ടവർ, നിന്റെ ഇസ്ലാമിയത്ത് കാണിക്കാനുള്ളത് മോളെ കല്യാണക്കത്തിന്റെ ഫ്രണ്ടിലല്ല, അള്ളാന്റെ മുമ്പിലാണ് ഉപ്പാ. ആ കത്തടിക്കുമ്പോഴും ഇച്ചിരി നമ്മളൊന്ന് കുറഞ്ഞ രീതിയിൽ നമ്മൾ അടിക്കണം. ഇംഗ്ലീഷിലൊക്കെ ഇപ്പൊ എല്ലാവരും അടിക്കോളൂ. ഇംഗ്ലീഷിൽ കത്തുകൊണ്ട് തരുമ്പോൾ ആദ്യം ഓഡിറ്റോറിയത്തിന്റെ പേര് നോക്കും, സമയം നോക്കും, മടക്കി അങ്ങ് വയ്ക്കും. മനസ്സിലായല്ലോ എവിടാണെന്ന് മനസ്സിലായി. ഇത് അടിക്കുന്ന ആളിന് പറഞ്ഞുകൂടാ, വായിക്കുന്ന ആളിന് പറഞ്ഞുകൂടാ. പ്രസ്സിൽ കൊണ്ട് കൊടുത്ത് പറയും മറ്റേ ഈ ഡയലോഗ് വെച്ച് ഒറ്റ അടി അങ്ങ് അടിച്ചിരിക്കാൻ പറയും. മോളെ പേര് മാറലും ബാപ്പാരെ പേരും മാറും, ബാക്കി എല്ലാം കറക്റ്റ് മറ്റേ ലെറ്ററിലോ പഠിക്കും. എന്താണ് എഴുതി അല്ലാഹു അഅലം ഇങ്ങനെ കൊണ്ട് നടക്കുക. ആർക്കും ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാന്നല്ല ഞാൻ പറഞ്ഞത്. ഇതിന്റെ വിഷയം ആരും ഗൗരവത്തോട് ചിന്തിക്കാറില്ല. അങ്ങനെ അടിച്ച് വലിയ പവർ കാണിക്കും. നിങ്ങളുടെ സമ്പത്തനുസരിച്ച് നിങ്ങൾ ചെയ്തു, ഞാൻ അതിനെ എതിർക്കുന്നില്ല. പക്ഷെ ചെയ്യുമ്പോൾ എത്രത്തോളം നമുക്ക് കുറച്ച് ചെയ്യാൻ പറ്റും അത്രത്തോളം നമ്മൾ കുറയ്ക്കണം. അഭിമാനത്തിന് ക്ഷതം വരുന്ന രീതിയിൽ ഓഡിറ്റോറിയം നിങ്ങൾ മാറ്റണ്ട, ലെറ്റർ നിങ്ങൾ ഒഴിവാക്കണ്ട, ഐസ്ക്രീം നിങ്ങൾ കല്യാണത്തിൽ നിന്ന് മാറ്റണ്ട, ഒക്കെ നിങ്ങൾ കൊടുത്തു. കുഫുവത്ത രീതിയിൽ തന്നെ നടത്തിക്കോ. നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ കാശുകാരനാണ്, അപ്പൊ അതുകൊണ്ട് സ്ഥാപിക്കുക, അങ്ങനെ തന്നെ നടത്തിക്കോ. പക്ഷേ നമ്മളുടെ അവസ്ഥയിൽ വെച്ച് നമുക്ക് എത്ര ആഡംബരം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ കുറയ്ക്കണം. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നമ്മൾ അങ്ങനെയെങ്കിലും ചെയ്യണം. റബ്ബ് നമുക്ക് തൗഫീക്ക് തരട്ടെ. അത് കഴിഞ്ഞ് നിക്കാഹ് കഴിഞ്ഞാൽ സന്തോഷത്തോടെ പുതുമണവാട്ടിയുടെ വീട്ടിലേക്കാണ്. അൽഹംദുലില്ലാഹ്, ആദ്യം പുതുമണവാളന്റെ വീട്ടിൽ. നമ്മുടെ നാട്ടിലെ ശൈലിയാണ് നിക്കാഹിന്റെ സരസിൽ നിന്നാദ്യം പുതുമണവാളന്റെ വീട്ടിൽ, അത് കഴിഞ്ഞ് പുതുമണവാളന്റെ വീട്ടിലേക്ക് പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കുറച്ചാര് അമ്മിക്കല്ലും മിക്സിയും പിന്നെ ഇതൊക്കെ ആയിട്ട് വരും. വന്നിട്ട് ഡബിൾ ഡോറുള്ള ഫ്രിഡ്ജൊക്കെ കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ട് അവിടുന്ന് രാത്രിക്ക് മുമ്പ് പുതുമണവാട്ടിയുടെ വീട്ടിലേക്ക് പോകും. പുതുമണവാളന്റെ വീട്ടിലേക്ക് വരാൻ നേരം ഓഡിറ്റോറിയത്തിൽ നിന്ന് പുതുമണവാട്ടിക്ക് അതുവരെ ഇല്ലാത്ത ഒരു കരച്ചിലുണ്ട്. പോയി വരട്ടെ ഉമ്മ, ഉമ്മ എന്നെ കൊലക്ക് കൊടുത്ത ഉമ്മ കരച്ചില്ല. വാപ്പായ നോക്കി കരച്ചില്, വാപ്പായുടെ സങ്കടം കെട്ടിപ്പോയി. പോമോളെ പോ, പോയി കാവിശാലെ എന്നെ കൊണ്ട് കടക്കടിയായി. അങ്ങനെ വാപ്പ കരയണം. ഈ കരച്ചിലുണ്ടല്ലോ ആവശ്യമില്ലാത്ത പരിപാടിയാണ്, വളരെ വൃത്തികേടാണത്. മനസ്സറിഞ്ഞ് കരയുന്ന എത്ര പേരുണ്ട്. കല്യാണത്തിന് കരയാന്ന് പറഞ്ഞാൽ കല്യാണം വേണ്ടേ? തലേ ദിവസം വരെ ജീനത്ത് പെണ്ണിന്റെ മാറത്തെ മാണിക്ക എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരി ഒന്ന് കവളത്തൊക്കെ നുള്ളി തലേ ദിവസം മരാഞ്ചിട്ടപ്പോ കരച്ചിലൊന്നും വരുന്നില്ലല്ലോ. ഇപ്പൊ നിക്കാഹിന്റെ സമയത്ത് മാത്രം കരച്ചിലൊന്നും ഉമ്മായും ഉപ്പായും വിട്ടുപോണ സങ്കടമൊന്നും അല്ല. വീഡിയോക്കാരൊക്കെ നിൽക്കുമ്പോ ഉമ്മാരെ നകന്നു പോകുമ്പോ സങ്കടം വന്നില്ലെങ്കിൽ ഞാൻ എന്തൊരു സ്നേഹമില്ലാത്ത പെണ്ണാന്ന് കരുതൂലേ. അതുകൊണ്ട് ഇങ്ങനെ ഒലിച്ചിറങ്ങും, കണ്ണീര് കാണണം. ഇത് കാണുമ്പോ ഭർത്താവ് ചിലപ്പോ പറഞ്ഞാൽ എങ്കിൽ നീ ഇവിടെ നിന്റെ ഞാൻ പോണേ എന്ന് പറഞ്ഞാലേ ചിരിച്ചോണ്ടപ്പോഴേ വണ്ടി കയറിയെങ്കിൽ. എല്ലാ പുതുമാപ്പിളമാരും ചെയ്യുന്ന ഒന്നാമത്തെ അബദ്ധം എന്തെന്നറിയോ? കല്യാണത്തിന് 2 മാസത്തേക്ക് റെന്റിനൊരു വാഹനം എടുക്കും. എല്ലാവരും എടുക്കും. കിടക്കാടം ഇല്ലാത്തവനും എടുക്കും. എന്തിനേറെ ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ നിവർത്തിയില്ലാത്തവനും. കാരണം അച്ചാരം കിട്ടിയ പൈസ കുറച്ചിരിപ്പുണ്ട്. പിന്നെ റെന്റ് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ 2 മോതിര ഊരിയങ്ങ് വിറ്റാൽ മതിയല്ലോ. കിടക്കമല്ലേ 10 വിരലുണ്ടാകാടാകാ ഏതെങ്കിലും ഒന്ന് ഊരി കൊടുത്ത സംഭവം കമ്പൂര്. അങ്ങനെ ഒരു വാഹനം എടുക്കും. അതിൻ്റെ അകത്തേക്ക് AC ഇട്ട് ഭാര്യ അങ്ങോട്ട് കയറ്റി ഇരുത്തി ഡാഡി മമ്മി വീട്ടിലെ പാട്ട് കിട്ടണ ഒരൊറ്റ പോക്ക. പിന്നെ ഈ പെണ്ണ് എപ്പോഴാ കരയാ? നമ്മൾ ആലോചിച്ച് നോക്കി. ഇതൊക്കെ വെറുതെയാണ്. പിന്നെ കണ്ണീരൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ഒഴുക്കിക്കോ. ഞാൻ പറഞ്ഞു വരുമ്പോൾ അത് ഒഴിവാക്കി എന്നൊരു പരാതി വേണ്ട, അതുകൊണ്ട് പറഞ്ഞത്. അങ്ങനെ വാഹനത്തിലേക്ക് കയറുമ്പോ എന്റെ പ്രിയപ്പെട്ട പുതുപെണ്ണേ, ആദ്യമായിട്ട് അള്ളാഹു നിഷിദ്ധമാക്കിയിരുന്നതല്ല, നിനക്ക് ഹലാലാക്കി തന്ന പ്രിയതമന്റെ കൂടെ വാഹനത്തിലേക്ക് കയറുമ്പോ അള്ളാഹയെ ഓർക്കുമോ പെണ്ണേ? ഓർക്കണം, എത്രയോ വിവാഹ സരസിൽ നിന്ന് വീട്ടിലേക്ക് പോയ വാഹനം മറിഞ്ഞ് അപകടത്തിൽ പെട്ടിട്ടുണ്ട് പെണ്ണേ.
ഓർക്കണം, കല്യാണം കഴിയുമ്പോ പിന്നെ മരിക്കൂല, പിന്നെ 10 പെറ്റേ ഞാൻ മരിക്കൂ എന്നൊന്നും ഒരു പെണ്ണും കരുതണ്ട. അങ്ങനെ നിക്കാഹ് കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോ ഭർത്താവിന്റെ ഉമ്മ അവിടെ പൂജ നടത്തിയ മുട്ടയുമായിട്ട് നിപ്പുണ്ട്. മരുമോളെ വീട്ടിലേക്ക് കയറ്റാൻ മരുമോള് വന്ന് കാലെടുത്ത് 1ാമത്തെ പടിയിൽ അങ്ങോട്ട് വെക്കുമ്പോ ഉമ്മ പ്രചാരാമപൂർവ സന്ധ്യാ പ്രവർത്തതേ ഉദ്ദിഷ്ട നരശാർദുരം കർത്തവ്യം ദൈവമാന്തിതം. മോളകത്ത് കയറി, വാദ എല്ലാം ഒഴിവായി സ്വർഗത്തിലേക്ക് കയറിയിരിക്കുകയാണ്. ഇതെവിടെന്നാ ഉമ്മമാര് പഠിച്ചത്? മുട്ടയെ നിലവിളക്കും കൊണ്ട് തലയിലൊഴിഞ്ഞ് അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചത്. എന്റെ പ്രിയപ്പെട്ടവരെ, മറന്നുകൊണ്ട് അനാവശ്യങ്ങൾക്ക് മാത്രം സ്ഥാനം കൊടുത്തുകൊണ്ട് കുടുംബജീവിതം തുടങ്ങുമ്പോ അതിലെന്ത് ബറക്കത്താ. ഇന്ന റജുല ഇദാ നളറ ഇലാ ഇംറഅതിഹി വനളറതിലി നളറല്ലാഹു ഇലൈഹിമാ നളറത റഹ്മാ. ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിയ, ഭാര്യ തന്റെ ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയ, നളറല്ലാഹു ഇലൈഹിമാ നളറത റഹ്മാ. അല്ലാഹു അവർക്ക് രണ്ടുപേർക്കും റഹ്മത്തിന്റെ നോട്ടം നോക്കുന്നതാ. വൈദാ അഖദ ബികഫിഹാ, ആ ഭാര്യയുടെ കയ്യിലേക്ക് ഭർത്താവ് ഇങ്ങനെ തൊട്ടോ, തസാഖതത് ദുനൂബഹുമാ ഫീ ഖിലലി അസാബിഹിമാ. അവർ ചെയ്തു പോലെ ചെറുപാപങ്ങൾ പോലും കരുണക്കടലാറെ പടച്ച റബ്ബ് പുറത്തു കൊടുക്കുമെന്ന് അള്ളാന്റെ റസൂല് പഠിപ്പിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, ഈമാനുള്ളവരുടെ കുടുംബ ജീവിതത്തെ കുറിച്ച് പറഞ്ഞതാ. ആ മണവറയിലേക്ക് കടന്നു വരുമ്പോ ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് കല്യാണ മാമാങ്കങ്ങളാണ്. ഞാനിതാ കഴിഞ്ഞ ആഴ്ച കാസർഗോഡ് അതിന് പോയി. ഇൻഷാ അല്ലാഹ് അടുത്ത മാസം ചേർക്കണമെന്ന് പറയുന്ന ചേർക്കളം അബ്ദുദ്ദാട മഹല്ലിൽ ഞാൻ അതിന് പോകുന്നുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ദുആ ചെയ്യൂ പ്രിയപ്പെട്ടവരെ. ഏറ്റവും അധികം കല്യാണത്തിന് മാമാങ്കങ്ങൾ നടക്കുന്നത്, പുതുമാപ്പിളയെ പറ്റിക്കലും ഞെട്ടിക്കലും ഒക്കെ നടക്കുന്നത് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ്. അല്ലാഹുണ്ടെങ്കിൽ നിങ്ങൾ ദുആ ചെയ്തു. അവിടെ പോയി അത് പറന്ന് 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 വിവാഹത്തിന്റെ പ്രഥമ രാത്രി മുതൽ തലേ ദിവസം മുതൽ ഇങ്ങോട്ടുള്ള ഓരോ ദിവസവും ഭർത്താവിനോട് കാണിക്കുന്ന കോമാളിത്തരങ്ങളുമായി ഒരുങ്ങി നിൽക്കുന്ന കൂട്ടുകാർ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാ. അൽഹംദുലില്ലാഹ്, നമ്മുടെ കൂട്ടുകാരെ ശ്രമം കൊണ്ട് നടക്കുന്നതാ. നിങ്ങൾ ദുആ ചെയ്യണേ. എത്രയോ സ്ഥലത്ത് നടക്കുന്നുണ്ട്. പുതുമണവാട്ടിയുടെ വീട്ടിൽ വന്ന് മെത്തയിലിരിക്കുമ്പോ താഴെ നാമിട്ട് പൊട്ടി അങ്ങ് തെറിക്കും. മെത്ത കീറി പഞ്ഞി മൊത്തം പേരിടത്തിലായി. ഇത് കൂട്ടുകാര് ചെയ്ത പണിയാ. എല്ലാ വൃത്തികേടുകളും ചെയ്ത് ഇങ്ങനെ വെക്കും. ഒരു സമ്മാനം കൊണ്ട് കൊടുക്കും. സമ്മാന പൊതി അങ്ങോട്ട് തുറക്കുമ്പോൾ ഒരു കൈ ഇങ്ങനെ ഇരിക്കും, ഒരൊറ്റ ഇടി മൂക്കിന്. വിവാഹത്തിന്റെ പ്രഥമരാത്രി നടക്കുന്ന കാര്യമാണ് ഇത്. കൂട്ടുകാരെ വിചാരം ഭയങ്കര തമാശയാണ് അളിയാ. അവൻ വെളുക്കടോരെ ചിരിച്ചിരിച്ചു പാടുവരെ ഉള്ളെന്ന് പറയും. അവൻ നിന്നെ ശപിച്ചുകൊണ്ടായിരിക്കും കിടക്കുക. ഒരു പുതുമണവാട്ടിക്ക് പണി കൊടുത്തത് എങ്ങനെയെന്നറിയോ? മണവറയുടെ ജനലിന്റെ സ്ക്രൂ ഇളക്കി വെച്ചിട്ട് അങ്ങ് പോയി. ഭർത്താവ് പറഞ്ഞു, ആ ജനൽ അടയ്ക്കൂ. ജനൽ അടയ്ക്കാൻ വേണ്ടി പുതിയോണ്ട് ജനൽ മാത്രം കണ്ട, അതോടുകൂടി ജനലോടുകൂടി അങ്ങ് അപ്പുറത്ത് നിന്ന് വിട്ടു. രാത്രി ആശാരിയെ വിളിച്ചോണ്ടെന്ന് 1 മണിക്ക് ടിക്കോ ടിക്കോ. ഇതാ കൂട്ടുകാർ ഫോൺ വിളിച്ച്, അളയാ സോടോ അവിടെ സൗണ്ടൊക്കെ കേൾക്കുന്നു, ആശാരി അതല്ലേ. ഇതാണ് വിവാഹത്തിന് കൊടുക്കണ പണി. ഇത് വലിയ തമാശ എന്ന് കരുതിയിരിക്കാം. ഇത് ക്രൂരതയാണ്, ചെയ്യരുതൊരിക്കലും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇതെല്ലാം കഴിഞ്ഞ് വിവാഹത്തിന് ജീവിതത്തിന് തുടക്കം കുറിക്കുമ്പോൾ എന്റെ സഹോദരങ്ങളെ, അള്ളാഹുവിനോട് ദ്വാരക്കണേ. കഴിയുമെങ്കിൽ ഒരു 2 റക്അത്ത് ആ മണവറക്കകത്ത് അള്ളാഹനെ നിസ്കരിക്കണേ. മറന്നുപോകരുത്. അതൊക്കെ ചെയ്താ വലിയ ബറക്കത്താണ്. അത് കഴിഞ്ഞ് കുടുംബജീവിതം തുടങ്ങുകയാണ്. നിന്റെ ഇഷ്ടവും പെണ്ണിന്റെ ഇഷ്ടവും രണ്ടും രണ്ടാണ്. ആ 2 ഇഷ്ടവും മനസ്സിലാക്കാനുള്ള മനപ്പൊരുത്തം നിനക്കുണ്ടായിരിക്കണം. ചില ഭർത്താക്കന്മാർക്ക് ഇറച്ചിക്കറി ഇഷ്ടമായിരിക്കൂല, എന്നാൽ ഭാര്യ അതനുസരിച്ച് വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും. ദറസിലൊക്കെ പഠിച്ച ഉസ്താദുമാരാണെങ്കിൽ ആ ഭർത്താക്കന്മാർക്ക് ചിലപ്പോ സാമ്പാറൊക്കെ വലിയ ഇഷ്ടമായിരിക്കും. കാരണം എന്താ, എന്നും കോളേജിലും ദറസിലൊക്കെ ഇതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിന്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയത്. അപ്പൊ അതനുസരിച്ച് ഭാര്യ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം.
എല്ലാം അങ്ങനെ. ചില ഭാര്യമാരിങ്ങനെ പറയൂലേ, ഇക്കാടെ ഈ ഇതുണ്ടല്ലോ, ഈ മുണ്ടുടുക്ക് അത് വേണ്ട, ജീൻസ് ഇട്ട അടിപൊളിയായിരിക്കും. അങ്ങനെ ജീൻസൊക്കെ ഇട്ടിട്ട് അങ്ങനെ നടന്നു അങ്ങനെ മുണ്ടുടുത്ത പാവപ്പെട്ടവരെ കൊണ്ട് ആദ്യമായിട്ട് ജീൻസ് ഇടിപ്പിക്കും. അവനാണെങ്കിൽ യൂറോപ്യൻ ക്ലോസറ്റിൽ നിന്ന് ഇറങ്ങിയ മാതിരി ചുറ്റുകൂലിയെ കൂടെ നടന്നു പോകുമ്പോൾ അല്ലാ ഇത് എന്തോളയാ പോണത്. അങ്ങനെ ഇത് ഭാര്യയുടെ വാക്ക് കേട്ടുകൊണ്ട് ചെയ്യാം. ഇത് ഇസ്ലാമിന്റെ അടയാളങ്ങൾ പോലും താടി വഴിക്കുന്നവരില്ലേ, നരച്ച മുടി കറുപ്പിക്കുന്നവരില്ലേ, എത്രയോ പേരുണ്ട്. നരച്ച രോമം കറുപ്പിക്കുന്നവരില്ലേ. ഭാര്യ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് ചോദിക്കും, എന്താ ഉപ്പാപ്പ നരച്ചിരുന്നൊക്കെ മൊത്തം അങ്ങ് കറുത്തുള്ളൂ, വൈഫിന് ഇഷ്ടമല്ല, എന്ത് ചെയ്യാൻ പറ്റും? ഭാര്യയുടെ വാക്ക് കേട്ടുകൊണ്ട് എല്ലാം ഇങ്ങനെ കറുപ്പിക്കാനും വടിക്കാനും ഇങ്ങനെ നടക്കാൻ. ഇസ്ലാമിന്റെ ചിഹ്നമെങ്കിലും ബാക്കി വെക്കണം. ഭാര്യയുടെ വാക്ക് കേൾക്കണ്ടെന്നല്ല, അള്ളാഹുവിന്റെ റസൂൽ പലതും ഭാര്യമാരുമായിട്ട് ആലോചിച്ചിട്ടുണ്ട്, നമുക്ക് അതൊക്കെ പഠിക്കാനുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭാര്യമാരുടെ വാക്ക് കേൾക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ പോലും വലിച്ചെറിയുന്ന തരത്തില് ജീവിതത്തെ മാറ്റിമറിക്കല്ലേ. കല്യാണം കഴിഞ്ഞു തുടങ്ങുന്ന ആദ്യത്തെ ഒരു 5-6 മാസമുണ്ടല്ലോ, ഭർത്താക്കന്മാർ ഒരുപാട് ശ്രദ്ധിക്കണം. സ്നേഹം ഒരുപാട് വാരിക്കോരി കൊടുക്കാൻ പാടില്ല. സ്നേഹത്തിന് നിയന്ത്രണം വെക്കണം. എല്ലാരും ആദ്യ സമയം മോളൂന്നേ വിളിക്കൂ, മോളൂ. ഭയങ്കര ഭാര്യ വിചാരിക്കും, അല്ലോ എനിക്ക് കിട്ടിയത് വലിയ ഭാഗ്യം തന്നെ, എന്തൊരു സ്നേഹമാണ് എൻ്റെ ഇക്കാക്ക്, മോളൂന്ന് വിളിച്ചിട്ടേ എനിക്കങ്ങ് റൂമൊക്കെ ആയിഷ സത്യം റൂമൊക്കെ എഴുന്നിട്ട് കുലോത്തൊക്കെ പേർന്ന് വിളിക്കണം. ഇത്രയ്ക്ക് എനിക്ക് എൻ്റെ ഭർത്താവ് എന്നെ ഇത്രയ്ക്ക് ജീവനോ സങ്കടം കൊണ്ടോ. 4-5 മാസം കഴിയുമ്പോൾ ഭർത്താവിൻ്റെ ചെവിയിൽ ഒരു ചെമ്പരത്തിപ്പൂ. സ്നേഹം കുറച്ചേ ആദ്യം കൊടുക്കാവൂ, എങ്കിലേ അതിനോട് താല്പര്യം തോന്നൂ. ആദ്യമേ എല്ലാം വാരിക്കോരി അങ്ങ് വിളമ്പിയ പിന്നെ ഭാര്യ വിചാരിക്കും ആൾ ഇത്രയേ ഉള്ളൂ, മരവണ്ടനാടി, എനിക്കറിയാനാണ് തീരും. അങ്ങനെ ആവരുത്, ശ്രദ്ധിക്കണം. സിനിമാ മാസികയും വായിച്ചുകൊണ്ട് നടന്ന അങ്ങനെ പറ്റൂ. ജീവിതത്തെക്കുറിച്ച് പഠിക്കണം. അലി റളിയല്ലാഹു അൻഹു എത്ര വലിയ തമാശ തന്റെ ഭാര്യയോട് പറയുമായിരുന്നു. പക്ഷേ ഒരു ദിവസം പിണങ്ങിയിട്ട് അനങ്ങിയില്ല. ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ മുമ്പ് വന്ന് പല പേരും കാണിച്ചു, നല്ല ഗൗരവത്തിൽ ഭർത്താവിന്റെ റോൾ അങ്ങോട്ട് അഭിനയിച്ചു. സങ്കടപ്പെട്ടു പോയി. അവസാനം ഇണങ്ങി കരഞ്ഞ് നബിതങ്ങളുടെ മുമ്പ് വന്നപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, നീ പിണങ്ങിയിരിക്കുന്ന സമയത്താണ് മരിച്ചത് എങ്കിൽ മാ സല്ലൈതു ബികി യാ ഫാത്തിമ, നിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ ഞാൻ ഉണ്ടാവൂല. നബി മുഹമ്മദ് മുസ്തഫ. ഭർത്താവിൻ്റെ കൂടെ പിണങ്ങിയിട്ട് ഫാത്തിമ നീ മരിച്ചാൽ കരളിന്റെ കഷ്ണമാ അള്ളാന്റെ ഹബീബിന്റെ, നിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ ഞാൻ ഉണ്ടാവൂല. ആര്യമാര് പറയൂലോ, അല്ലേ ഭർത്താവിനോട് പറയൂലേ, കിളവൻ മൂപ്പിലാനുണ്ടോടി എവിടെ ചോദിക്കുക. കൂട്ടുകാരങ്ങോട്ട് ചോദിക്കുന്നത് കിളവൻസ് വിളിക്കലുണ്ടോ? ഇപ്പൊ ദുബായിലോ കുവൈറ്റിലോ ചോദിക്കാറുണ്ട്. കിളവൻസ് എന്ന് വാക്കൊന്നും ഉപയോഗിക്കരുത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താ? സുജൂദും റുകൂഉം ഒഴികെ എല്ലാ താഴ്മയുടെ ഭാഗങ്ങളും ഒരു ഭാര്യ തന്റെ ഭർത്താവിന് വേണ്ടി ചെയ്യേണ്ടി വന്നാ ചെയ്യണം. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ലോകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് സുജൂദ് ചെയ്യാ പറയുമായിരുന്നെങ്കിൽ ലമർതുൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹാ, തന്റെ ഭർത്താവിന് മുന്നിൽ സുജൂദ് ചെയ്യാൻ ഭാര്യയോട് പറയുമായിരുന്നുവത്രേ. തന്റെ ഭർത്താവിന് മുന്നിൽ സുജൂദ് ചെയ്യാൻ ഭാര്യയോട് പറയുമായിരുന്നുവത്രേ. അതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ ഉഷാറായിരുന്നു. ഇവറ്റകളൊക്കെ ഒരു പാഠം പഠിച്ചു. എല്ലാ ദിവസവും രാവിലെ ഒന്നു കൊടുത്ത് മച്ചാഹു അക്ബർ, ഇക്കാഹു അക്ബർ, അച്ചുവിന്റെ വാപ്പാണ് അക്ബർ, ഇങ്ങനെ നിസ്കരിച്ചത്. എന്നിട്ട് സുജൂദ് ചെയ്തതിന് മുമ്പ് വന്ന് അള്ളാഹുവിന്റെ റസൂൽ അത് ശരിയായില്ല, അത് വേണ്ടാന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ആർക്കും സുജൂദ് ചെയ്യേണ്ട, അള്ളാഹുവിന് മാത്രമാണ് സുജൂദിന്റെ അവകാശം. അങ്ങനെ പറഞ്ഞ പെണ്ണെന്ന് പറഞ്ഞ് ഇന്ന് വാല് കഴിഞ്ഞ ചുറ്റുമൂലയിൽ നിന്ന് വീട്ടിലേക്ക് ചെന്നിട്ട് മുലാരി പറഞ്ഞോട്ടാടി സുജൂദ് ചെയ്യണോ, അവിടെ എന്നെ വരച്ചവരെ നിർത്തി ഇവിടെ കിടന്ന് എന്തുവായിരുന്നു ചേട്ടൻ ചെയ്യടി ഓതോടുത്തോളൂ, അങ്ങനെ പറയാനല്ല. അല്ലാഹുവിന്റെ റസൂൽ വേറൊന്നും പറഞ്ഞിട്ട് അല്ലൗസാല മൻഖറാഹു ദമം വഖൈഹ വല ഹസതുഹു ബിലിസാനിഹ, ഭർത്താവിന്റെ കയ്യിൽ കാലിൽ പഴുപ്പ് പൊട്ടി ചീഞ്ചലം ഒഴുകി നാവ് കൊണ്ട് നക്കിയെടുത്താലും ഭർത്താവിനോടുള്ള കടമ തീർന്നില്ല. ഇതും പറഞ്ഞ് ഡയലോഗ് അടിക്കാൻ മാത്രം നമ്മൾ പഠിച്ചാൽ പോരാ. ചിലവിന് കൊടുക്കണം, വസ്ത്രം വാങ്ങിച്ചു കൊടുക്കണം. നല്ല ഭർത്താവായിട്ട് നിങ്ങളും മാറണം. ഭാര്യ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഭർത്താവായി ഞാനും നിങ്ങളും മാറണം. എങ്കിലേ നമുക്ക് അങ്ങനെ ഒരു അവകാശവാദം പറയാൻ അർഹതയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ആലോചിക്കണം നിങ്ങൾ.
ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ, അബൂ സലമ റളിയല്ലാഹു തആല അൻഹു വളരെ സന്തോഷത്തോടെ ജീവിച്ചവരാണ്. അള്ളാന്റെ ഹബീബിന്റെ അടുത്ത് പോയിട്ട് അബൂ സലമ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയുന്നു, എന്റെ പ്രിയപ്പെട്ട ഉമ്മു സലമ, ഇന്ന് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു തന്ന ഒരു ദുആ നിനക്ക് ഞാൻ പറഞ്ഞു തരാം പെണ്ണേ. ഭാര്യയും ഭർത്താവിന്റെയും ശൈലി നമ്മൾ കണ്ടോ? കുടുംബജീവിതം കൂടുമ്പോൾ ഇമ്പം, അതാണ് കുടുംബം. കൂടുമ്പോൾ ഇമ്പം, അതാണ് കുടുംബം. ആ കൂടുമ്പോൾ എന്ന് പറയുന്നത് ഭാര്യാഭർത്തൃ ബന്ധത്തെ കുറിച്ച് പറഞ്ഞതല്ല. ഭാര്യയെ കാണുമ്പോ, അവളുടെ അടുത്തിരിക്കുമ്പോ, അവളുമായി സംസാരിക്കുമ്പോ, അവളെന്റെ മടിയിൽ കിടക്കുമ്പോ, ഞാൻ അവളെ മടിയിൽ കിടക്കുമ്പോ, അവളുടെ മുടിയിലൂടെ കൈ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ, അവളോട് ഫോണിൽ സംസാരിക്കുമ്പോ എപ്പോഴും ഇമ്പം, അതാണ് കുടുംബം. എന്റെ പ്രിയപ്പെട്ടവര്, ദീനിന് വേണ്ടി എല്ലാം പങ്കുവെക്കാനുള്ള മനസ്സ് ആ കുടുംബ ജീവിതത്തിന്റെ വക്താക്കൾക്ക് ഉണ്ടായിരിക്കണം. അബൂ സലമ റളിയല്ലാഹു അൻഹു നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ദുആ കൊണ്ടുവന്ന് ഉമ്മു സലമാക്ക് പറഞ്ഞു കൊടുക്കുന്നു, പെണ്ണേ, ഇന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്ന ദുആ ഇതാണ്. നമ്മളും അങ്ങനെ ചെയ്യണം. നമ്മുടെ ഭാര്യയോട്, എന്റെ പ്രിയപ്പെട്ടവരെ, നല്ല നല്ല ദീനീ പുസ്തകങ്ങളുണ്ടല്ലോ. സുന്നത്ത് ജമാഅത്തിന്റെ കരുത്തരായ പണ്ഡിതന്മാരെഴുതിയ പുസ്തകങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് ഭാര്യയോട് പറഞ്ഞിട്ട് വായിക്കണം. രണ്ടുപേരും വായിച്ചു പഠിക്കണം. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യണം. അൽഹംദുലില്ലാഹ്, അതല്ലേ മക്കയിലും മദീനയിലൊക്കെ ഭാര്യയും ഭർത്താവും പോകുമ്പോ പരസ്പരം ചോദിക്കുന്നത് പോലും കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവര്, ഉസ്താദേ, എന്റെ ഭർത്താവ് 4 ഖത്തമാണ് ഓതിയത്, ഞാൻ ഇന്നലെ 5 എണ്ണം തീർത്തു. ഉടനെ ഭർത്താവ് പറയുന്നു, അല്ല ഉസ്താദേ, ഞാനിതാ ഇന്ന് 6 എണ്ണം തീർക്കും, എനിക്ക് വളക്കാലം ഈമാ കൊണ്ട് മുമ്പത്തിയിലെത്തണോ. അതിനുള്ള മാത്സര്യബുദ്ധി നമ്മുടെ ജീവിതത്തിൽ കാണുന്നുണ്ടോ? വീഗാലാൻഡ് കാണിക്കാൻ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞ് കരയുന്ന ചുറ്റുമൂരയിലെ പെണ്ണേ, കൊല്ലം ബീച്ചിൽ 1/2 മണിക്കൂർ കൊണ്ടിരുത്തി കപ്പലണ്ടി വാങ്ങി തരാൻ പറഞ്ഞിട്ട് കേൾക്കാത്ത മനുഷ്യ, നിങ്ങൾക്ക് എന്ത് ഭർത്തൃ സ്നേഹമാ, ഭാര്യയോടുള്ള സ്നേഹമാ എന്ന് ചോദിച്ച് കളിയാക്കുന്ന പെണ്ണേ. അബൂ സലമ പള്ളിയിൽ നിന്ന് വന്നിട്ട് പറയുന്ന കണ്ടോ, ഉമ്മു സലമ, ഉമ്മു സലമ, ഓടിവാ, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്ന ഒരു ദുആ നിനക്ക് പഠിപ്പിച്ചു തരാ. എത്ര പേര് പള്ളിയിൽ നിന്ന് ഉസ്താദിന്റെ ജുമാ പ്രസംഗം കേട്ടിട്ട് ഭാര്യയോട് പോയി പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? നിങ്ങൾ അങ്ങനെ പോയി പറഞ്ഞോ? എത്ര ഭാര്യമാര് കേൾക്കാൻ മനസ്സ് കാണിക്കുന്നുണ്ടോ? അബൂ സലമ ചെന്നിട്ട് പറഞ്ഞു, പെണ്ണേ. ഉമ്മു സലമ വേഗം ഇറങ്ങി വന്നു. അബൂ സലമ പറഞ്ഞു കൊടുക്കുന്നു, എന്തെങ്കിലും ഒരു സാധനം നഷ്ടപ്പെട്ടു പോയാ, അല്ലാഹുമ്മ അജ്റിനി ഫീ മുസീബത്തി വഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. ഈ ദുആ നല്ലതാണ് പെണ്ണ്. ഈ ദുആ നീ ചെല്ലണം. എന്താ ദുആന്റെ അർത്ഥം? അല്ലാഹുമ്മ അജ്റിനി ഫീ മുസീബത്തി, എനിക്ക് സംഭവിച്ചു പോയ വിപത്തിൽ നീ എനിക്ക് പ്രതിഫലം തരണേ അല്ലാഹ്. വഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ, ഇതിന് പകരം എനിക്ക് ഇതിനേക്കാൾ ഉത്തമമായത് പകരം തരണേ അല്ലാഹ്. എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാ, ആരെങ്കിലും വിലപിടിപ്പുള്ളവര് മരിച്ചു പോയാ, നിന്റെ സ്നേഹം നിന്റെ മനസ്സിന്റെ അകത്ത് സ്ഥാപിച്ചിരുന്ന കഥാപുരുഷന്മാര് ലോകത്തോട് വിട പറഞ്ഞ ഈ ദുആ വളരെ നല്ലതാണ്. അബൂ സലമ റളിയല്ലാഹു അൻഹു ഇത് പഠിപ്പിച്ചു കൊടുത്തു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ അതങ്ങോട്ട് ചൊല്ലാൻ തുടങ്ങി. എന്നിട്ടത് മനപ്പാടമാക്കി വെച്ചു. സുബ്ഹാനല്ലാഹ്, കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോ അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു പോയി. ഉമ്മു സലമയ്ക്ക് വല്ലാത്ത സങ്കടം വന്നു. 4 മാസവും 10 ദിവസവും ഭർത്താവ് മരിച്ചാൽ യുദ്ധയിരിക്കണമല്ലോ. അങ്ങനെ യുദ്ധയിരിക്കുന്ന സമയത്ത് ഉമ്മു സലമ അല്ലാഹുവോട് ചൊല്ലിയ ദുആ, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്ത് ഭർത്താവ് കൊണ്ട് പറഞ്ഞു കൊടുത്ത ദുആയാ, അല്ലാഹുമ്മ അജ്റിനി ഫീ മുസീബത്തി. എന്റെ ഭർത്താവ് പോയല്ലോ, അതൊരു ദുരന്തമാണ്, എന്റെ വിപത്താണ്, അതിലെനിക്ക് പ്രതിഫലം തരണേ അല്ലാഹ്. വഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ, അതിനേക്കാൾ ശ്രേഷ്ഠമായതിന് എനിക്ക് പകരം തരണ റബ്ബേ.
എന്ന് ബഹുമാനപ്പെട്ട ഉമ്മു സലമ ദുആറുന്നു. എന്നിട്ടോ ആ ഇദ്ദയുടെ കാലാവധിയിലങ്ങൾ ദുആ ചെയ്യുമ്പോ ഉടനെ തന്നെ ഉമ്മു സലമ വിചാരിക്കാറുണ്ട്, ഇതിനേക്കാൾ നല്ലത് പകരം തരണമെന്ന് അള്ളാഹിനോട് ചോദിച്ചിട്ട് എന്ത് ചെയ്യാനാ? എന്റെ ഭർത്താവ് അബൂ സലമയേക്കാ ഏറ്റവും മിടുക്കനായ ഏറ്റവും നല്ല ശക്തനായ ഒരു ഭർത്താവ് ലോകത്ത് വേറെ ഇല്ലല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആരാണ് നീ എന്റെ അടുത്തേക്ക് വരിക? ഞാൻ ഒരുപാട് പ്രായമായി പോയല്ലോ. എന്നാലും ഈ ദുആ നബി തങ്ങൾ പഠിപ്പിച്ചതല്ലേ, അതുകൊണ്ട് ചെല്ലാം, അല്ലാഹു കൂലി തരുമെന്ന് പറഞ്ഞ് ചൊല്ലിക്കൊണ്ട് കരഞ്ഞിരുന്നു. ഫലമ്മൻ ഖലത്ത് ഇദ്ദത്തി, ഉമ്മു സലമയുടെ ഇദ്ദ കഴിഞ്ഞപ്പോ ആ മഹദി പറയുന്നു, സഹാബത്തെ ഖതബനി റസൂലുള്ളാഹ്, ഖതബനി റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ ഉമ്മു സലമയെ വിവാഹം ആലോചിച്ചു ചെന്നു. താഹ റസൂലുള്ളാഹേ തിങ്കൽ ഹബീബുള്ളാഹേ, താഹ റസൂലുള്ളാഹേ തിങ്കൽ ഹബീബുള്ളാഹേ, ത്വയ്ബ പദീഞ്ചിവേ തൗഹീദൊളി നീലാവേ, അർശിൻ കുർശിനും അധിപതിയുടയോന്റെ ഹസനത്ത് ഉലകത്തിലുരച്ചപ്പുവേ, അർശിൻ കുർശിനും അധിപതിയുടയോന്റെ ഹസനത്ത് ഉലകത്തിലുരച്ചപ്പുവേ, താ റസൂലുള്ളാഹേ തിങ്കൽ ഹബീബുള്ളാഹേ. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ വിവാഹം ആലോചിച്ചപ്പോ ഉമ്മു സലമ ഞെട്ടിപ്പോയി. എന്റെ ഭർത്താവിനെക്കാളും എന്തുകൊണ്ട് യോഗ്യനാണ്, എന്റെ ഭർത്താവിനെക്കാളും എന്തുകൊണ്ട് എനിക്ക് ചേർന്നവനാണ്. പക്ഷേ റസൂലുള്ളാഹിയുടെ കൂടെ പ്രകാശമുള്ള ശരീരത്തിൽ ഒട്ടിക്കിടക്കുന്ന രാത്രിയിൽ പോലും തന്റെ ഭർത്താവിന് ഞാനും മറന്നിട്ടില്ല. എന്താ കാരണമെന്നറിയോ? എന്റെ ഭർത്താവ് എനിക്ക് ഇൽമ പഠിപ്പിച്ചു തന്നോ എന്ന് ആ ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുത്തെങ്കിലോ ഞാനും നിങ്ങളും മരിക്കുമ്പോ ഇല്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോ തന്നെ ആത്മീയമായ അല്ലാഹുവിനെ സാക്ഷി നിർത്തിയുള്ള ഒരു സ്നേഹം എനിക്കും നിങ്ങൾക്കും കിട്ടുമോ? അങ്ങനെ കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് എല്ലാരെ കണ്ണിൽ കണ്ട എല്ലാ അനാശാസ്യങ്ങളും നടക്കുന്ന സ്ഥലത്തും കൊണ്ടുപോയി ആ പെണ്ണിനെയും ഭാര്യയും മക്കളെയും കൊണ്ടുപോയി കളിച്ച് ചിരിപ്പിച്ച് കൊണ്ടിങ്ങനെ നടന്നു. വീഗാലാൻഡിൽ കൊണ്ടുപോയി ബർമൂടയിട്ട് വലിച്ചെറിഞ്ഞു. ഒക്കെ ചെയ്തെല്ലാം കഴിഞ്ഞ് അവസാനം നീ മരിക്കുമ്പോ ഭാര്യ എന്ത് പറയും? എന്താ, സിനിമയ്ക്ക് സ്കൂട്ടറിൽ കൊണ്ടുപോകാൻ എന്നെ ആരുണ്ട് എന്നോർത്തവളതാ കരയുന്നേ. അല്ലാഹുവേ, ഡബിൾസ് കാണാൻ കൊണ്ടുപോയ മച്ചയാണ് ഈ പൊതിഞ്ഞു കിടക്കുന്നത്. ടൗണ് കാണാൻ കൊണ്ടുപോയ ഭർത്താവാണ് ഇതാ ചുറ്റുമൂലപ്പള്ളിയുടെ ടൗണിലൂടെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതല്ല. നാളാരാണ് എന്നെ കൊണ്ടുപോകുന്നതെന്ന് ചിന്തിച്ചാ പെണ്ണ് കരയുന്നത്. അങ്ങനെ കരയരുത്, അങ്ങനെ കരയരുത്. പിന്നെ എങ്ങനെ കരയണം? റബ്ബേ, എന്നെ എന്റെ കുടുംബക്കാര് വരെ വെറുത്തപ്പോ എന്റെ ഭർത്താവാണ് എന്നെ സ്നേഹിച്ചത്. പട്ടിണിയില്ലാതെ എനിക്ക് വേണ്ടി ഉറക്കമൊഴിഞ്ഞു ജോലി ചെയ്ത് എന്റെ ചിലവ് നോക്കിയിട്ട് എനിക്ക് വസ്ത്രം തന്നു, പെരുന്നാളിന് ഇറച്ചി വാങ്ങിത്തന്നു, എന്റെ സന്തോഷത്തിന് വേണ്ടി എല്ലാം ചെയ്ത എന്റെ ഭർത്താവ് മരിച്ചുപോയെന്ന് പറഞ്ഞ് ഭർത്താവിന് പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാ നമ്മുടെ ഭാര്യമാർക്ക് കഴിയണം എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് കുടുംബജീവിതത്തിൽ ഭർത്താവിന്റെ ഭാര്യയുടെ താളത്തിനൊത്ത് തുള്ളിയിട്ട് ഈമാനിന്റെ എല്ലാ മേഖലകളും നമ്മൾ നശിപ്പിച്ച് കളയരുത്. നീ വീട്ടിന്റെ അകത്തുണ്ടെങ്കിൽ ബാങ്ക് പള്ളിയിൽ നിന്ന് കേൾക്കുമ്പോ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ശക്തമായിട്ടതൊന്ന് ഓഫ് ചെയ്യാനുള്ള കൽപ്പന കൊടുക്കാനുള്ള കഴിവ് നിനക്കില്ലെങ്കിൽ പിന്നെ എന്തിനാ നീ ഒരു ഭർത്താവാന്ന് പറഞ്ഞ് ഞെളിഞ്ഞു നടക്കുന്നത്? അള്ളാഹുവിന്റെ ഖുർആനിന്റെ വീട്ടിന്റെ അകത്തുണ്ടല്ലോ
അതൊന്ന് എടുത്തു കൊടുത്തിട്ട് ഓതാൻ പറയാ. നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താണ് നീ മുസ്ലിം എന്ന് പറഞ്ഞ് നടക്കുന്നത്? നീ കെട്ടിക്കൊണ്ട് വന്നവളല്ലേ, നീ ചിലവിന് കൊടുക്കുന്നവളല്ലേ? ഇവളെ കുറിച്ച് അള്ളാഹുവാണ് നാളെ നിന്നോടാണ് ചോദ്യം ചെയ്യുന്നത്. അത് മറന്നു പോവല്ലേ? അവസാനമായി ഖുർആൻ കൈകൊണ്ട് തൊട്ടത് എന്നാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ പരിസരത്ത് ശബ്ദം ശ്രവിക്കുന്ന ഭാര്യമാരൊന്ന് ഓർത്തു നോക്കിയേ. അള്ളാന്റെ സ്വർഗത്തിലേക്ക് പോണ്ടേ മക്കളെയും കൊണ്ട്? വളർന്നു വരുന്ന മക്കളുമ്മായും ബാപ്പായും കണ്ടല്ലേ പഠിക്കുന്നത്? 17കാരി ഒളിച്ചോടുന്ന, 18കാരി ഒളിച്ചോടുന്ന, 30കാരി മക്കളെയും കൊണ്ട് ഒളിച്ചോടുന്ന കാലമല്ലേ പ്രിയപ്പെട്ടവര്? എവിടേക്കാണ് പെണ്ണിന്റെ പോക്ക്? എന്താണ് അങ്ങനെ പോകുന്നത്? കുടുംബത്തിലുള്ള ഉപ്പയായ ആണ്, ഭർത്താവായ ആണ്, ആങ്ങളയായ ആണ്, അവർ ഈമാനികമായ കരുത്തു കാട്ടാത്തത് കൊണ്ടാണ്. ഈമാനികമായ കരുത്ത് കാട്ടാതെ കൊണ്ട് ശക്തമായിട്ട് പറയണമല്ലോ. നിങ്ങൾ ചിലവിന് കൊടുക്കുന്ന ആളോട് നിങ്ങൾക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്താ നിങ്ങൾ ഇങ്ങനെ വാപ്പയാണ്, ഭർത്താവാണ്, ആങ്ങളയാന്ന് പറഞ്ഞ് കിടക്കാൻ ശക്തമായിട്ട് പറയും. നല്ല രീതിയിൽ തന്നെ പറയണം. അള്ളാഹു ഇതിന് തൗഫീക്ക് തരുമാറാകട്ടെ.